ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. നമ്മളങ്ങനെ ഇന്ന് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തേക്കുവാണ്. ഇന്ന് ട്യൂസ്ഡേ ആണ്, നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പുട്ട് സൈഡിൽ നല്ലൊരു എൻട്രി എടുത്തേക്കുവാണ്. ഞാനിവിടെ പുട്ട് സൈഡിൽ എൻട്രി എടുക്കാനുള്ള കുറച്ച് ലോജിക്കൽ റീസൺസ് ഞാനിവിടെ പറയാം. നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം ഒരു കുറച്ച് നേരം മണ്ടക്കോട്ട് പോയതിന് ശേഷം റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ഡൗൺ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പക്ഷേ ഞാൻ അവിടെ ഒന്നും എൻട്രി എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് താഴെ തന്നെ സപ്പോർട്ട് ലെവലുണ്ട്. പ്രൈസ് ആക്ഷൻ നമ്മൾ വാച്ച് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം സപ്പോർട്ട് ലെവൽ ബ്രേക്കായി. എന്നിട്ടും ഞാൻ എൻട്രി എടുത്തില്ല. ഏകദേശം 3 ക്യാൻഡിൽസോളം ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ എൻട്രി എടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഓയ കൺഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചേഞ്ച് ഇൻ ഓയുടെ ഫുള്ളി കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് ഞാനിവിടെ ട്രേഡിൽ എൻട്രി ചെയ്തത്. മാത്രമല്ല, എൻ്റെ പ്രിസിഷൻ സ്കാൽപ്പിംഗ് അനുസരിച്ച് എൻ്റെ ഡേറ്റ അലൈൻമെൻറ്റും എൻ്റെ സ്ട്രാറ്റജിയും ഇവിടെ ട്രിഗർ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഒരു കൺട്രോൾഡ് ബേസിൽ എൻട്രി നടത്തിയേക്കുന്നത്. സ്റ്റോപ്പ് ലോസും അതേപോലെ തന്നെ പ്രോഫിറ്റ് ടാർഗറ്റും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പ്രീ മാർക്കറ്റ് അനാലിസിസ് അനുസരിച്ച് മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാനായിട്ട് ഡൗൺ ഡയറക്ഷനിലോട്ട് വരും എന്ന വിശ്വാസത്തിലും കൂടെയാണ് നമ്മളിവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. ഒരു കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരുവിധം നമ്മുടെ 50% പ്രോഫിറ്റിനടുത്ത് എത്തിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവനിലോട്ട് ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. മാർക്കറ്റ് കുറച്ച് നേരം ഡൗൺ ഡയറക്ഷനിലോട്ടൊക്കെ മൂവ്മെൻറ്റും കാണിച്ചുവെങ്കിലും ഞാനിവിടെ എക്സിറ്റ് ചെയ്തില്ല. കാരണം എൻ്റെ ഡിസിപ്ലിൻ അനുസരിച്ച് ഒന്നെങ്കിൽ എൻ്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ആകണം, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ ഇമോഷൻസിനെ മാർക്കറ്റ് ഒരുപാട് പരീക്ഷിച്ച ഒരു ദിവസം കൂടെ ആയിരുന്നു ഇത്. നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും പ്രോഫിറ്റ് മാത്രമാണെന്നുള്ളത്. അല്ല, കൺട്രോൾഡ് ലോസസ് നമുക്ക് ഒരുപാട് ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. പക്ഷേ എൻ്റെ റൂൾ അനുസരിച്ച് IV അതേപോലെ തന്നെ ഡേറ്റ അലൈൻമെൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ട്രേഡ് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളും എനിക്ക് നോ ട്രേഡ് ഡേയ്സും ആയിരിക്കും. കൃത്യമായ സ്റ്റോപ്പ് ലോസും ഒരുപാട് തരത്തിലുള്ള ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾക്കും ശേഷമാണ് ഞാൻ ഇങ്ങനൊരു ഫേസിൽ എത്തി നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും, നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് എനിക്കിവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് എനിക്ക് 1:4 റിസ്ക് റിവാർഡ് റേഷ്യോ ഇവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, 4 യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു മാസത്തെ കഷ്ടപ്പാടിന് ശേഷമോ അല്ല ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഏകദേശം എൻ്റെ 5 വർഷത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റുകൾ വരെ കാണാൻ തുടങ്ങുന്നത്. ഈ 5 കൊല്ലങ്ങളും എനിക്ക് ലോസുകൾ മാത്രമായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ ഒരു മാസത്തിലാണ് എനിക്ക് ആകെ പ്രോഫിറ്റുകൾ കാണാൻ വേണ്ടി തുടങ്ങിയത്. സോ ഞാൻ എൻ്റെ ഒരു പ്രോഫിറ്റബിൾ ജേർണിയിലോട്ട് തുടങ്ങുകയാണ്. എന്നെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ.